ഹായ്, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം സെക്കൻഡ് മൊഡ്യൂളിൽ ക്ലാസ് ഫുൾ അഡ്രസ്സിങ് വരെ എത്തിയായിരുന്നു. കുറേ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് IPv4 അഡ്രസ്സിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. IPv4 32 ബിറ്റാണ്. അതിനകത്ത് ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങും ഹൈറാർക്കി ഓഫ് അഡ്രസ്സിങ്, അതായത് പിന്നെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവൽ അങ്ങനെ ഓരോ ലെവൽ അഡ്രസ്സുകൾ പറയാൻ, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ കുറച്ച് ബിറ്റ് വെച്ച് ഇന്ന നെറ്റ്വർക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് ക്ലാസ് ഫുൾ അഡ്രസ്സിങ് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ 8 ബിറ്റ് ഒക്കെ ആയിരിക്കും ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രിഫിക്സും സഫിക്സും ഉണ്ടായിരിക്കും, സബ്നെറ്റിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ IP അഡ്രസ്സ് വേസ്റ്റ് ആവും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക, എന്നിട്ടും പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലും നമുക്ക് ഫിക്സഡ് ആയിട്ട് അഡ്രസ്സിങ്ങേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്നെറ്റിങ്ങും സൂപ്പർ നെറ്റിങ്ങും ഒക്കെ ഉപയോഗിക്കുന്നത്. കുറച്ച് അഡ്രസ്സ് മാത്രമുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഉള്ളത്തെ ഒന്നിച്ച് കമ്പൈൻ ചെയ്യും. ഒത്തിരി അഡ്രസ്സ് ഉള്ളതിൽ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പോൾ ആ ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രിഫിക്സ് ലെങ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ അഡ്രസ്സിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ, ഇന്ന ഇത്രയും പ്രിഫിക്സ് ഉള്ളതാണെങ്കിൽ ഓക്കെ, അത് ഇന്ന ക്ലാസ് അഡ്രസ്സിങ് ആണ് എന്ന് മനസ്സിലാവും. അപ്പോൾ IP അഡ്രസ്സിൽ രണ്ടാമത്തെ ടൈപ്പ് അഡ്രസ്സിങ് എന്ന് പറയുന്നത് ക്ലാസ്ലെസ് അഡ്രസ്സിങ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ് ഫുൾ അഡ്രസ്സിങ് നമ്മൾ ആദ്യം പഠിച്ചത് നിലവിൽ അധികം യൂസ് ചെയ്യുന്നില്ല, ആദ്യകാലത്ത് അതായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലാസ്ലെസ് അഡ്രസ്സിങ് എന്ന് പറയുന്ന അഡ്രസ്സിങ് ആണ് നമ്മൾ ഇപ്പോൾ നിലവിൽ കൂടുതലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്ലെസ് അഡ്രസ്സിങ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ക്ലാസ്ലെസ് അഡ്രസ്സിങ്. അപ്പം ഇൻ ക്ലാസ് ഫുൾ അഡ്രസ്സിങ് ദ നെറ്റ്വർക്ക് ആൻഡ് ദ ഹോസ്റ്റ് ഹാവ് ലിമിറ്റേഷൻസ് ഡ്യൂ ടു ഫിക്സഡ് ലെങ്ത് പ്രിഫിക്സ് പാർട്ട്. ദിസ് ക്യാൻ ബി ഓവർകം ബൈ യൂസിങ് ക്ലാസ്ലെസ് അഡ്രസ്സിങ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉള്ള ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്ലെസ് അഡ്രസ്സിങ് ഉപയോഗിച്ചത്. വേർ ദ വേരിയബിൾ ലെങ്ത് പ്രിഫിക്സ് ഈസ് യൂസ്ഡ് ഫോർ ഈച്ച് നെറ്റ്വർക്ക്. ഇവിടെ ഹിയർ വി ക്യാൻ ഹാവ് ബ്ലോക്സ് ഓഫ് 1 അഡ്രസ്, 2 അഡ്രസ്, 4 അഡ്രസ്, 8 അഡ്രസ്, അങ്ങനെ എത്ര ബ്ലോക്ക് വേണമെങ്കിലും ആവാം. മറ്റേതിൽ അങ്ങനെ അല്ലായിരുന്നു, ഒരു ഫിക്സഡ് സൈസ് ബ്ലോക്കേ നമുക്ക് പറ്റത്തുണ്ടായിരുന്നുള്ളൂ. ഈ കേസിൽ എത്ര സൈസുള്ള ബ്ലോക്ക് വേണമെങ്കിലും ആവാം. It is possible for an internet service provider to assign a network address for organizations or individuals as per their requirement. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ 8 ബിറ്റ് ആയിരിക്കണം പ്രിഫിക്സ്, അല്ലെങ്കിൽ 16 ബിറ്റ് ആയിരിക്കണം, അല്ല 24 ബിറ്റ് ആയിരിക്കണം, അങ്ങനെ നിബന്ധനയൊന്നുമില്ല. അപ്പം 8 ബിറ്റ് ആണെങ്കിൽ ക്ലാസ് A അഡ്രസ്സിങ്, അല്ലെങ്കിൽ ക്ലാസ് B, ക്ലാസ് C, അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ ക്ലാസ്ലെസ് അഡ്രസ്സിങ് വരുമ്പോൾ ഇതിനകത്ത് അങ്ങനെ 8 ബിറ്റ് ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. ഈവൻ 2 ബിറ്റ് വേണമെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ 4 ബിറ്റ് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ 8 ബിറ്റ്, അല്ലെങ്കിൽ 7 ബിറ്റ്, അല്ലെങ്കിൽ 9 ബിറ്റ്, അങ്ങനെ എത്ര വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജിയോ പോലെയുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ജിയോ ഫൈബർ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ്, അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുകളുണ്ടല്ലോ. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ അടുത്ത് ഒരു വലിയ ഓർഗനൈസേഷൻ വന്നിട്ട് പറയുകയാണ്, ഇപ്പം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനി വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു IP അഡ്രസ്സ് തരണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരപ്പോൾ തന്നെ ഏഷ്യാനെറ്റിനോട് പറയും, ഓക്കെ, ഞങ്ങൾക്ക് ഒരു 256 കണക്ഷൻസ്, അതായത് 256 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യണം, പക്ഷേ നമുക്കൊരു ഫിക്സഡ് ലെങ്ത് വേണമെന്നാണ്. അപ്പോൾ 256 അഡ്രസ്സുള്ള ഒരു ഫിക്സഡ് IP അഡ്രസ്സ് ഇവർക്ക് കൊടുക്കും. അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു പെർട്ടിക്കുലർ, ഇന്ന് സ്റ്റാർട്ടിങ് ഉള്ളതെല്ലാം അതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ അതാണ് ഇതിൻ്റെ അർത്ഥം. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് ഓരോ ഓർഗനൈസേഷൻ്റെയും ആവശ്യമനുസരിച്ച് അവർക്ക് എത്ര കണക്ഷൻ വേണോ, എത്ര കണക്ഷൻ കണക്ട് ചെയ്യണോ, കൃത്യം അത്ര IP അഡ്രസ്സ് ഉള്ളത് കൊടുക്കാൻ പറ്റും. മറ്റേ ക്ലാസ് ഫുൾ അഡ്രസ്സിങ് ആണെങ്കിൽ ഇപ്പം നമുക്ക് ക്ലാസ് A അഡ്രസ്സ് നമുക്കറിയാം 8 ബിറ്റ് നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി 24 ബിറ്റ് 2/24 കണക്ഷൻസ് പറ്റും. അതേസമയം മറ്റേത് നോക്കുവാണെങ്കിൽ ക്ലാസ് B നോക്കുവാണെങ്കിൽ 16 ബിറ്റാണ് നമ്മൾ നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്കിൽ ആദ്യത്തെ 16 ബിറ്റ് നെറ്റ്വർക്ക് അഡ്രസ്സ് ആയിരിക്കും, ബാക്കി 16 ആയിരിക്കും ആ നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ക്ലാസ് C ആണെങ്കിൽ 24 ബിറ്റ് നെറ്റ്വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ നെറ്റ്വർക്കിനുള്ളിൽ ഏത് കമ്പ്യൂട്ടറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവസാനത്തെ 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ 2/8 256 കമ്പ്യൂട്ടേഴ്സേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ ആകെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 256 വേണമെന്ന് പറഞ്ഞാൽ 256 കൊടുക്കാൻ പറ്റും. 128 മതിയെങ്കിൽ മറ്റേതിലൊരു പ്രശ്നം എന്താ? 128 ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ 256 കൊടുക്കുക എന്നുള്ളൂ. അപ്പോൾ ഈ 128 അവർക്ക് മതി, പക്ഷേ 128 നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ക്ലാസ് C അഡ്രസ്സിങ് കൊടുത്താൽ അതിൽ 256 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവർക്ക് 128 മതി. അപ്പം ബാക്കി 128 വേസ്റ്റായി പോകും. ആ പ്രശ്നം ഇല്ലാതാക്കാനാണ് ക്ലാസ്ലെസ് അഡ്രസ്സിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
Number of bits on a network part is given along with the address by using a slash notation. അതാണ് ഇതിനകത്ത് ആദ്യത്തെ കുറച്ച് ഭാഗം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്രസ്സിനെ തന്നെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ആ നെറ്റ്വർക്ക് അഡ്രസ്സ് എത്ര ബിറ്റ് ആണെന്നുള്ളത് ഒരു സ്ലാഷിന് ശേഷം പറഞ്ഞു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ കണ്ടോ സ്ലാഷ്, ഇവിടെ ഒരു IP അഡ്രസ്സാണിത്. ഓരോന്നും 8 ബിറ്റാണ്. ഇത് 8 ബിറ്റാണ്, ഇത് 8 ബിറ്റാണ്. 8 വീതം 4 ഉണ്ട്. അപ്പം 32 ബിറ്റ് ഉണ്ട്. 32 ബിറ്റിൽ 8 ബിറ്റ് എന്താണ് നെറ്റ്വർക്ക് അഡ്രസ്സ് ആണെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. നമ്പർ ഓഫ് ബിറ്റ്സ് ഓൺ ദ നെറ്റ്വർക്ക് പാർട്ട് ഈസ് ഗിവൺ എലോങ് വിത്ത് ദ അഡ്രസ് ബൈ യൂസിങ് എ സ്ലാഷ് നൊട്ടേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ദിസ് റെപ്രസെൻറ്റേഷൻ ഈസ് കോൾഡ് ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ റൂട്ടിംഗ് ഓർ CIDR. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അതായത് IP അഡ്രസ്സ് കഴിഞ്ഞിട്ട് സ്ലാഷ് ഇട്ടിട്ട് എത്ര ബിറ്റാണ് നെറ്റ്വർക്കിന് ഉപയോഗിച്ചേക്കുന്നത് എന്ന് പറയുന്നതിനാണ് CIDR എന്ന് ഉപയോഗിക്കുന്നത്. മറ്റേ ക്ലാസ് ഫുൾ അഡ്രസ്സിങ് ആണെങ്കിൽ ഈ സ്ലാഷ് 8 പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ക്ലാസ് A അഡ്രസ്സിങ് ആണെങ്കിൽ 8 ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ക്ലാസ് B ആണെങ്കിൽ 16 ആണെന്ന് നമുക്കറിയാം. ക്ലാസ് C ആണെങ്കിൽ 24 ആണെന്ന് അറിയാം. പക്ഷേ ഈ കേസിൽ കണ്ടോ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 8 മറ്റേത് 8 കഴിഞ്ഞാൽ 16 പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൽ കണ്ടില്ല 12 ഉണ്ട്. 8 കഴിഞ്ഞാൽ 9 ആവാം, 10 ആവാം, 11 ആവാം, 12 ആവാം, ഏത് വാല്യൂ കണ്ടില്ല. 25 വേണമെങ്കിലും ആവാം. മറ്റേ കേസിൽ 24 ആയിരുന്നു, ഇപ്പോൾ 25 വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. Extracting information from an address. അപ്പോൾ if there are n bits for the prefix field, that is slash n എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് സ്ലാഷ് കഴിഞ്ഞുള്ള വാല്യൂ n ആണെങ്കിൽ, അതിപ്പോൾ ഈ കേസ് 25, 24 അങ്ങനെയൊക്കെ ആവാം. വി ക്യാൻ ഡയറക്റ്റ്ലി ഇൻ്റർപ്രറ്റ് 3 ഇൻഫർമേഷൻ. അപ്പോൾ ഈ സ്ലാഷ് ഇതിൽ ഇങ്ങനെ ഒരു IP അഡ്രസ്സ് നമുക്ക് കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ അതിൽ നിന്ന് 3 ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് അഡ്രസ്സസ് ഇൻ ദ ബ്ലോക്ക്, ദാറ്റ് ഈസ് ബ്ലോക്ക് സൈസ്, ഈസ് ഫൗണ്ട് ആസ് n ഈസ് ഈക്വൽ ടു 2^32 മൈനസ് n. 2^32 മൈനസ് n പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് 2^32 മൈനസ് n അല്ല, 32 മൈനസ് n എന്നുള്ളതാണ് പവറായിട്ട് വരുന്നത്. ഇത് എഴുതിയേക്കുന്ന കണ്ട 2^32 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് n കുറയ്ക്കാനുള്ള രീതിയാണ് കണ്ടാൽ മനസ്സിലാകുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു തെറ്റാണ്. ഇതിങ്ങനെയല്ല വേണ്ടിയത്. 2^2 കഴിഞ്ഞ് ബ്രാക്കറ്റിനുള്ളിൽ 32 മൈനസ് n എന്ന് എഴുതണം. കാരണം നമുക്കറിയാം ഇതിലെന്താണ്, ഇത് n ബിറ്റ് പ്രിഫിക്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. 32ൽ നിന്ന് n പോയാൽ 32 മൈനസ് n ബിറ്റ്സ് ആണ് ബാക്കി ബ്ലോക്ക്, എത്ര ബ്ലോക്കുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം 32 മൈനസ് n ബിറ്റുകളാണ് ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2^32 മൈനസ് n. 2 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനുള്ളിൽ 32 മൈനസ് n എന്ന് എഴുതണം. അല്ലാതെ 2^32 കണ്ടുപിടിച്ചിട്ട് മൈനസ് n എന്നുള്ളതല്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ടു ഫൈൻഡ് ദ ഫസ്റ്റ് അഡ്രസ്, അപ്പോൾ ആദ്യത്തെ ഇത് നമുക്ക് 3 ഇൻഫർമേഷനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ്. ഒന്നാമത്തേത് ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 2^32 മൈനസ്. ഇത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ഈ 3 കാര്യം ഒന്ന് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ടു ഫൈൻഡ് ദ ഫസ്റ്റ് അഡ്രസ്, കീപ് ദ n ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആൻഡ് സെറ്റ് ദ 32 മൈനസ് n റൈറ്റ് മോസ്റ്റ് ബിറ്റ് ടു 0. അപ്പോൾ ആദ്യത്തെ n ബിറ്റ് നെറ്റ്വർക്ക് അഡ്രസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കും ആദ്യത്തെ n ബിറ്റ് 32 ആണെങ്കിൽ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ബിറ്റുകളാണ് ആ നെറ്റ്വർക്കിലെ ഏത് കമ്പ്യൂട്ടറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, അപ്പം ആദ്യത്തെ n ബിറ്റ് നെറ്റ്വർക്ക് അഡ്രസ്സ് സെറ്റ് ചെയ്ത് ബാക്കി എല്ലാം 0 സെറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ നെറ്റ്വർക്കിലെ ഫസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം ദിസ് കനോട്ട് ബി ഗിവൺ ടു എ ഹോസ്റ്റ്. ഈ ഹോസ്റ്റ് ഇത് നമ്മൾ ഒരിക്കലും ഹോസ്റ്റ്, അതായത് നെറ്റ്വർക്ക് അഡ്രസ്സ് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ബിറ്റുകളും 0 ആക്കി വെക്കുന്നതാണ് ഒരു ഫസ്റ്റ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു കാരണവശാലും ഒരു ഹോസ്റ്റിനും കൊടുക്കില്ല. അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കും. നെക്സ്റ്റ് അഡ്രസ് വിൽ ബി ദ ഫസ്റ്റ് ഹോസ്റ്റ് അഡ്രസ്. അതായത് നെറ്റ്വർക്ക് അഡ്രസ്സ് n ബിറ്റ് ഉണ്ട്. ആ n ബിറ്റ് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അത് കഴിഞ്ഞ് 00001 ലാസ്റ്റ് 1 വരുന്നതായിരിക്കും ഫസ്റ്റ് ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അടുത്ത ഹോസ്റ്റിൻ്റെ ലാസ്റ്റ് 10 വരുന്നതായിരിക്കും, ലാസ്റ്റ് 11 വരുന്നതായിരിക്കും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ടു ഫൈൻഡ് ദ ലാസ്റ്റ് അഡ്രസ്സ്, ഇത് വളരെ ക്ലിയർ ആണ്. ലാസ്റ്റ് അഡ്രസ്സ്, ആ നെറ്റ്വർക്കിലെ ലാസ്റ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് 32 മൈനസ് n എന്നുള്ളത് ആദ്യത്തെ n ബിറ്റ് എന്താണ് നെറ്റ്വർക്ക് അഡ്രസ്സാണ്. പിന്നെ പോയിട്ടുള്ള 32 മൈനസ് n ബിറ്റ് ആണല്ലോ അതിലെ ഓരോ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടർ. അതായത് നമ്മുടെ ഈ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കോളേജ് തന്നെ വെച്ചിട്ട് പറയാം. നമ്മുടെ കോളേജ് ഇപ്പോൾ BSNL അടുത്ത് പോയിട്ട് പറയുകയാണ്, WPT എറണാകുളത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു നെറ്റ്വർക്ക് അഡ്രസ്സ് തരണം. ഓക്കെ, ഞങ്ങൾക്ക് 256 സിസ്റ്റം കണക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. 256 സിസ്റ്റം മതി എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്, ഞാനൊരു നോട്ട് പാഡ് എടുത്തത് കാണിച്ചു തരാം.
അപ്പോൾ നമ്മുടെ WPT എറണാകുളത്തിന് നമ്മൾ BSNL പറഞ്ഞ് ഞങ്ങൾക്ക് 256 സിസ്റ്റം കണക്ട് ചെയ്യണം, അപ്പോൾ ഞങ്ങൾക്കൊരു നെറ്റ്വർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 256 സിസ്റ്റം കണക്ട് ചെയ്യേണ്ടത് കൊണ്ട് അവർ നെറ്റ്വർക്ക് 256 എന്ന് പറയുന്നത് 2⁸ ആണ്. 2⁸ ആണ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഹോസ്റ്റ് എന്ന് പറയുന്നത്, ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് അവസാനത്തെ 8 ബിറ്റായിരിക്കും. അപ്പം മൊത്തം 32 ബിറ്റ് അഡ്രസ്സാണ്, 32 ബിറ്റ് IP അഡ്രസ്സാണ് ഉള്ളത്. അതിൽ നിന്ന് ഒരു അഡ്രസ്സ് നമുക്ക് തരണം എന്നാണ് നമ്മൾ BSNL പറഞ്ഞത്. BSNL നമ്മൾ ആവശ്യപ്പെട്ട എന്താണ്, 256 കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്സ് കണക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു, കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം BSNL നമുക്ക് എന്താ തരുന്നത്, BSNL അവസാനത്തെ 8 ബിറ്റ് നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ ഓരോന്നിൻ്റെ അഡ്രസ്സ്, അവസാനത്തെ 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ 256 ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അപ്പം ആദ്യത്തെ 8 ബിറ്റ് പോയിട്ട് ബാക്കി എത്രയാണ് ഉള്ളത്, ബാക്കി 24 ബിറ്റ് ഉണ്ട് 32-ൽ. 24 ബിറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്രസ്സായിരിക്കും, നെറ്റ്വർക്ക് അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്യും. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചുമ്മാ ഒരു വാല്യൂ എഴുതുകയാണ്, 192.168.32 എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. 198.168.32. അപ്പോൾ ഇതാണ് നമ്മുടെ കേസിൽ എന്തെന്ന് പറയുന്നത്, നമ്മുടെ IP അഡ്രസ്സ്, നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ ഇത് 8 ബിറ്റ്, ഇത് 8 ബിറ്റ്, ഇത് 8 ബിറ്റ്, 24 ബിറ്റായി നെറ്റ്വർക്ക് അഡ്രസ്സ്. പിന്നെ ഒരു 8 ബിറ്റ് കൂടെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഹോസ്റ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ആ ഹോസ്റ്റിൻ്റെ ആദ്യത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് .0 ആയിരിക്കും. അപ്പം ഇതാണ് ഫസ്റ്റ്. പക്ഷേ ഇത് നമ്മളെന്താ പറഞ്ഞത്, ഇത് അപ്പോൾ ഈ അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, /24 എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ 24 എന്ന് പറയുന്ന ആദ്യത്തെ 24 ബിറ്റ്, അതായത് ഈ 3 നമ്പേഴ്സ് ഓരോന്നും 8 ബിറ്റാണ്. ആ 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്രസ്സാണ്, ബാക്കിയാണ് ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് എന്ന് മനസ്സിലാവും. ഇതാണ് ഫസ്റ്റ് അഡ്രസ്സായിട്ട് എഴുതുന്നത്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു ഇത് ആർക്കും കൊടുക്കില്ല, ഒരു ഹോസ്റ്റിനും കൊടുക്കില്ല ഫസ്റ്റ്. അപ്പം നമ്മുടെ കോളേജിൽ ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പം അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് .32.1 ആയിരിക്കും ആദ്യത്തേൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ /24 എന്നിടും, കാരണം ആദ്യത്തെ 24 ബിറ്റ് എന്താണ്, നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സാണ്. അതുപോലെ ലാസ്റ്റ് നമ്മുടെ കോളേജിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് 192.168.32.255 ആയിരിക്കും ലാസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതും 24 ഇങ്ങനെ ഇടും. ഇത്രയും കാര്യങ്ങളാണ്, അതായത് ഒരു നെറ്റ്വർക്ക് അഡ്രസ്സ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, 256 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാവും, 256 എന്ന് പറയുന്നത് 2⁸ ആയതുകൊണ്ട് 32-ൽ 8 പോയിട്ട് ബാക്കി 24 ബിറ്റ് നെറ്റ്വർക്ക് അഡ്രസ്സിന് കൊടുക്കും. അപ്പം 192.168.32 എന്നുള്ള അഡ്രസ്സ് കണ്ട അപ്പം തന്നെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് എന്ത് മനസ്സിലാവും, ഇത് WPT എറണാകുളത്തിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് ആണ് എന്ന് മനസ്സിലാവും. അപ്പം ഇത് ഫിക്സഡ് ആയിരിക്കും ആ നെറ്റ്വർക്ക്. അതുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് പാർട്ട് ഫിക്സ്ഡ് ആണെന്ന് പറയുന്നത്. ഇപ്പം WPT കഴിഞ്ഞു, ഇനിയിപ്പം നമ്മുടെ GPT പോയിട്ട് പറയുകയാണ്, ഞങ്ങൾ വലിയ പൊളിയാണ്, ഞങ്ങൾക്ക് എന്ത് വേണം, ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു 2⁸24 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ, അല്ല 2⁸16 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനുള്ള അഡ്രസ്സ് വേണമെന്ന് പറയാം. 2⁸16 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യണം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും, 2⁸16 കണക്ട് ചെയ്യണമെങ്കിൽ അവസാനത്തെ 16 ബിറ്റ് ഹോസ്റ്റ് അഡ്രസ്സായിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കും, 192.167 എന്നുള്ളതായിരിക്കും അവരുടെ നെറ്റ്വർക്ക് അഡ്രസ്സ്. അത് കഴിഞ്ഞ് 0.0 എന്ന് പറയുന്നതായിരിക്കും അവരുടെ ഫസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ്. ഇതിൽ / എങ്ങനെ എഴുതും, ഇതിലെ ആദ്യത്തെ 16 ബിറ്റേ ഉള്ളൂ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സുള്ളൂ, അതുകൊണ്ട് 16 എന്ന് എഴുതും. അതുപോലെ അവരുടെ അവിടുത്തെ ഈ അഡ്രസ്സ് പക്ഷേ നമ്മൾ പറഞ്ഞു ഞാൻ ആർക്കും ഇത് കൊടുക്കത്തില്ല, ഈ അഡ്രസ്സ് ഒരു ഹോസ്റ്റിനും കൊടുക്കത്തില്ല, ഇതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം GPT-യിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്ന, ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ആദ്യത്തെ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് എത്രയായിരിക്കും, 168.0.1 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് /16 എന്ന് എഴുതണം, കാരണം 16 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സാണ്. ഇനി GPT-യിലെ ലാസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് എത്രയായിരിക്കും, 167.255 പറ്റത്തില്ല, 8 ബിറ്റ് കൊണ്ട് പറ്റുന്ന ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 255 ആണ്. .255 എന്ന് പറയുന്നതായിരിക്കും GPT-യിലെ ലാസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത് നെറ്റ്വർക്ക് അഡ്രസ്സ്. അപ്പം
ഇതാണ് 00 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിലെ ഈ 0 ഒഴിച്ച് ബാക്കി പാർട്ടാണ് നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 0 ചേർക്കുമ്പോഴും അതിന് നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് തന്നെ പറയും. പക്ഷേ അത് ഒരു ഹോസ്റ്റിന് നമ്മൾ കൊടുക്കില്ല. ഫസ്റ്റ് കൊടുക്കുന്നത് ദ നെക്സ്റ്റ് അഡ്രസ് വിൽ ബി ദ ഫസ്റ്റ് അഡ്രസ്. അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞ് അടുത്തത് 1 ആണ്, അതായിരിക്കും. പിന്നെ അടുത്തതിന് 2 കൊടുക്കും, 3 കൊടുക്കും, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ 255 വരെ കൊടുക്കാൻ പറ്റും. ഇനി to find the last address, keep the n leftmost bit set to 32 and rightmost all to 1. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ 24 എന്ന നെറ്റ്വർക്കാണ്. പിന്നെ ഉള്ള 32 - 24 എന്ന് പറഞ്ഞാൽ 8 ബിറ്റിൽ എല്ലാം 1 സെറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്, റൈറ്റ്മോസ്റ്റ് ബിറ്റ്. ദിസ് അഡ്രസ് ഈസ് കോൾഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ഓഫ് ദ നെറ്റ്വർക്ക്. ഇത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്നാണ് അതിന് പറയുന്നത്. ദിസ് കാൻ ബി ഗിവൺ ടു എ ഹോസ്റ്റ്. അതും ഒരു ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ലാസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് ഇതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് ഇതല്ല, ഇതൊരു ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പം GPT-ക്ക് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ WPT-ക്ക് ഉള്ളിൽ തന്നെ WPT-യിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും നമുക്കൊരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ മെസ്സേജിൻ്റെ അഡ്രസ്സായിട്ട് കൊടുക്കുന്നത് ഇതായിരിക്കും. അപ്പോൾ ഈ വക എല്ലാ സിസ്റ്റത്തിലും ആ സാധനം ചെല്ലും. The previous address will be the last host address. അപ്പോൾ ഈ കേസിൽ ലാസ്റ്റ് ഹോസ്റ്റ് അഡ്രസ്സ് എത്രയായിരിക്കും? 192.168.32.254 ആയിരിക്കും ലാസ്റ്റ് കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ കേസിൽ അത് എത്രയായിരിക്കും? ഈ കേസിൽ ലാസ്റ്റ് അഡ്രസ്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് 192.168.255.254 ആയിരിക്കും ലാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കേസിൽ 2/8 കമ്പ്യൂട്ടേഴ്സേ നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ GPT-യുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് 2/16 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യണം. അതുകൊണ്ട് ഈ 2 എണ്ണം അവരുടെ ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ബാക്കിയുള്ള 2 എണ്ണം മാത്രമേ ഉള്ളൂ. 2 എന്ന് പറഞ്ഞാൽ 8, 8, 16. ഇതും 8, 8, 16. ആ 16 ബിറ്റായിരിക്കും നെറ്റ്വർക്ക് അഡ്രസ്സ്. കൺസിഡർ ദ അഡ്രസ്. ഇനി എക്സാമ്പിളാണ് പറയുന്നത്. കൺസിഡർ ദ അഡ്രസ് 167.197.20. ഇവിടെ ഈ 27 എഴുതിയാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 27 എന്ന് എഴുതിയാൽ ആദ്യത്തെ 27 ബിറ്റ് നെറ്റ്വർക്ക് അഡ്രസ്സാണെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 8 ഉണ്ട്, 24 ആയി. 24 പോയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു 3 ബിറ്റും നെറ്റ്വർക്ക് അഡ്രസ്സ് തന്നെയായിട്ടാണ് റിസർവ് ചെയ്തേക്കുന്നത്. അത് ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഹിയർ ദ നെറ്റ്വർക്ക് ബിറ്റ്സ് ആർ 27 ആൻഡ് ഹോസ്റ്റ് ബിറ്റ്സ് ആർ 32 - 27 5 എന്ന് പറഞ്ഞാൽ ഇവരുടെ ആവശ്യം എന്താ? 2/5 32 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്താൽ മതി. ഇവർക്ക് 2/5 എന്ന് പറയുന്ന കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്താൽ മതി. 32 കമ്പ്യൂട്ടർ. ദെയർഫോർ ടോട്ടൽ നമ്പർ ഓഫ് അഡ്രസ്സസ് ഇൻ ദ നെറ്റ്വർക്ക് 2/5 32 ആണ്. ഇപ്പോൾ ചെറിയൊരു കടയാണ്, കടയിൽ മാക്സിമം 32 കമ്പ്യൂട്ടറേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് BSNL പറയും ഞങ്ങൾക്ക് 32 അഡ്രസ്സ് മതി, അതിന് പറ്റിയൊരു നെറ്റ്വർക്ക് അഡ്രസ്സ് നമുക്ക് തരണം എന്ന് പറയും. അപ്പോൾ അവരെന്ത് കൊടുക്കും? അവരിങ്ങനെ ഒരു അഡ്രസ്സ് കൊടുക്കുമെന്ന് വിചാരിക്കാം. 167.197.170.80.2/27. അപ്പോൾ ഇതിനെ 167 കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, 199 കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, 170 കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും, 82 കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതിൽ 27 ബിറ്റ് നെറ്റ്വർക്ക് അഡ്രസ്സാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇത് 8 16 24 25 26 27 ഇവിടെ വരെ ഉള്ളത് നെറ്റ്വർക്ക് അഡ്രസ്സാണ്. ഇത് കഴിഞ്ഞുള്ള അഡ്രസ്സാണ് ഓരോ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ ഉള്ളത് ഫിക്സഡ് ആണ്. ബാക്കി അപ്പോൾ ഫസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വരെയുള്ള അതേപടി എഴുതും. അത് കഴിഞ്ഞ് 0 ഇട്ടാൽ അതാണ് ഫസ്റ്റ് അഡ്രസ്സ്. അപ്പോൾ ലാസ്റ്റ് അഡ്രസ്സ് എങ്ങനെ എഴുതും? ലാസ്റ്റ് അഡ്രസ്സും ഇവിടെ വരെയുള്ള അതേപടി തന്നെ എഴുതും. ലാസ്റ്റത്തേക്ക് എല്ലാം 1 ഇടും. അതായിരിക്കും ലാസ്റ്റ് അഡ്രസ്സ്. പക്ഷേ അപ്പോൾ ലാസ്റ്റ് അഡ്രസ്സ് ഞാൻ പറഞ്ഞു അത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സാണ്. അപ്പോൾ ആ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ലാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് അതെല്ലാം 1 ഇടുന്നതാണ്. എല്ലാം 1 ഇടുമ്പോൾ 0101111 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 95 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 95 എന്നുള്ള വാല്യൂ ഇടും. അപ്പോൾ ഈ 3 എണ്ണം കൂടെ നെറ്റ്വർക്കിന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞ് നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് എല്ലാം 0 ഇടുന്നതല്ലേ നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. 01000 എന്ന് പറഞ്ഞാൽ ഇത് 2/7 ആണ്. 2/0 ഇത് 2/0 1 2 3 4 5 6 2/6 ആണ്. 2/6 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ 64 അതാണ് നെറ്റ്വർക്ക് അഡ്രസ്സ്. ഫസ്റ്റ് ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് 64 കഴിഞ്ഞ് അടുത്ത വാല്യൂ 65 ആയിരിക്കും. ലാസ്റ്റത്തെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് എല്ലാം 1 ഇടുന്നതായിരിക്കും. അപ്പോൾ 10101. അപ്പം ഇത് 1 + 2 + 4 അപ്പം 1 2 3 4 3 7 8 7
15 15 16 31 പിന്നെ 64. അപ്പം 64 31 എന്ന് പറയുന്നത് 95 ഇതിൻ്റെ വാല്യൂ. അതാണ് ഈ 95 ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ്. അപ്പോൾ ലാസ്റ്റ് ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ 95 നിന്ന് ഒരെണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ 94. അതാണ്. അപ്പോൾ അതാണ് ആ വാല്യൂസ് കിട്ടുന്നത്. ഇനി സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ്. ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ടു ഐഡൻറ്റിഫൈ ദ നെറ്റ്വർക്ക് അഡ്രസ് ദ സിസ്റ്റം യൂസസ് ആൻ അഡ്രസ് കോൾഡ് സബ്നെറ്റ് മാസ്ക്. സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്ന അഡ്രസ്സാണ് നെറ്റ്വർക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ദിസ് അഡ്രസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സെറ്റിംഗ് ഓൾ നെറ്റ്വർക്ക് ബിറ്റ്സ് ടു 1 ആൻഡ് ഓൾ ഹോസ്റ്റ് ബിറ്റ് ടു 0. അതായത് ഇങ്ങനെ ഒരു IP അഡ്രസ്സ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. 20/27 എന്നുള്ളത് കിട്ടുകയാണെങ്കിൽ എന്താണ്, ആദ്യത്തെ 27 നെറ്റ്വർക്ക് അഡ്രസ്സാണ്. അപ്പം നെറ്റ്വർക്ക് അഡ്രസ്സ് പാർട്ടെല്ലാം നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ 27 കഴിഞ്ഞ് ബാക്കിയുള്ള 5 ഉണ്ടല്ലോ, ആ 5 ഹോസ്റ്റ് ബിറ്റാണ്. അതെല്ലാം നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂ കിട്ടും. 1 1 1 1 ആദ്യത്തെ 27 1 ആയിരിക്കും, പിന്നെയുള്ള 5 0 ആയിരിക്കും. എന്നിട്ട് നമ്മൾ ദ സിസ്റ്റം മേക്സ് ആൻഡ് ഓപ്പറേഷൻ വിത്ത് ദ ഗിവൺ IP അഡ്രസ് ആൻഡ് ദ റിസൾട്ട് വിൽ ബി നെറ്റ്വർക്ക് അഡ്രസ് ഓഫ് ദ IP അഡ്രസ്. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു അഡ്രസ്സ് കിട്ടിയാൽ അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നെറ്റ്വർക്ക് അഡ്രസ്സിൻ്റെ വാല്യൂ എല്ലാം 1 ആയിട്ട് സെറ്റ് ചെയ്യും, ഹോസ്റ്റ് അഡ്രസ്സിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള IP അഡ്രസ്സുമായിട്ട് ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ മൈക്രോ കൺട്രോളർ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഓപ്പറേഷൻ 1 ആൻഡ് ഓപ്പറേഷൻ ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? 1 ഒരു വാല്യൂവും കൂടെ ആൻഡ് ഓപ്പറേഷൻ നടത്തിയാൽ മറ്റേ വാല്യൂ എന്താണോ അതായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. മറ്റേ വാല്യൂ 1 ആണെങ്കിൽ 1 and 1 എന്ന് പറയുന്നത് 1 കിട്ടും. മറ്റേ വാല്യൂ 0 ആണെങ്കിൽ എന്ത് കിട്ടും? 0 ആണെങ്കിൽ 1 and 0 എന്ന് പറയുന്നത് 0 കിട്ടും. അതായത് 1ഉം ഒരു നമ്പറും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തിയാൽ റിസൾട്ട് മറ്റേ നമ്പർ ഏതാണോ അതായിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമുക്ക് ഒരു IP അഡ്രസ്സ് കിട്ടി, അടുത്ത് കിട്ടി. അതുപോലെ തന്നെ 0 ആൻഡ് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? 0 വേറൊരു നമ്പർ ആൻഡ് ചെയ്താൽ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും, മറ്റേ നമ്പർ എന്തായാലും. അപ്പം നമുക്ക് ബേസിക്കലി എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ഒക്കെ മറ്റേ വാല്യൂ എന്തുണ്ടോ അത് കിട്ടും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു IP അഡ്രസ്സ് നമുക്ക് കിട്ടി, 167.199.170.82. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇതിൽ നെറ്റ്വർക്ക് അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ട് ഏതാണോ അതിനെല്ലാം ഇപ്പം ഈ അഡ്രസ്സിനെ ഞാൻ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. ഇത് 167 എന്ന് പറയുന്നത് 101, ഇതിങ്ങനെ എഴുതിയിട്ടുണ്ട്. 199 എന്ന് പറയുന്നത് ഇതാണ്, 170 എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമുക്കറിയാം നെറ്റ്വർക്ക് ബിറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നെറ്റ്വർക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാല്യൂവിനാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ആ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ് എവിടെയാണോ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് 1 ഇടും. ഇപ്പം എത്രയായി? ഇപ്പം എത്ര 1 ആയി? ഇപ്പം 16 1 ആയി. ഇനി നമ്മൾ ഇപ്പം 24 1 ആയി. ഇനി 27 1 വേണം. അതുകൊണ്ട് ആ നെറ്റ്വർക്ക് അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലായിടത്തും നമ്മൾ 1 ഇട്ടു. ബാക്കി ഹോസ്റ്റ് അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും 0 ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റ് അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലായിടത്തും 0 ഇട്ടു. അപ്പം ഈ വാല്യൂവിനാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഇതാണ് സബ്നെറ്റ് മാസ്ക്. ഈ സബ്നെറ്റ് മാസ്ക് ഉപയോഗിച്ച് IP അഡ്രസ്സ്, അതായത് നമുക്ക് കിട്ടിയ അതിലെ ഒരു സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നെറ്റ്വർക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേരാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ആ സബ്നെറ്റ് മാസ്ക് ഉപയോഗിച്ച് നമ്മൾ നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, നമുക്ക് കിട്ടിയേക്കുന്ന ഒരു IP അഡ്രസ്സ് നമുക്കറിയാമല്ലോ. ആ IP അഡ്രസ്സ് നേരെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക് എങ്ങനെ കിട്ടും? ഇവിടെ 27 ഉള്ളതുകൊണ്ട് ആദ്യത്തെ 27 1 എഴുതും, ബാക്കി 32 നിന്ന് പോയിട്ട് ബാക്കിയുള്ള 5 0 ഇടും. എന്നിട്ട് ഇതിനെ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. 1ഉം 1ഉം തമ്മിൽ ആൻഡ് ചെയ്താൽ 1 കിട്ടും. ഇവിടെ 0ഉം 1ഉം തമ്മിൽ ആൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? 0 കിട്ടും. 1 0 0 1 1 1 കിട്ടും.
ബേസിക്കലി ഇതിനെ ഓരോ ബിറ്റിനെ തമ്മിൽ ആൻഡ് ചെയ്യുക. ഈ 1ഉം 1ഉം ആൻഡ് ചെയ്ത് ഇവിടെ എഴുതി, 0യും 1ഉം ആൻഡ് ചെയ്ത് ഇവിടെ എഴുതി. അതാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഓപ്പറേഷൻ 1ഉമായിട്ട് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മറ്റേ വാല്യൂ എന്താണോ അത് തന്നെ റിസൾട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് മൈക്രോ കൺട്രോളർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. 1 കിട്ടി. അടുത്തത് ഇവിടെയും ആൻഡ് ഓപ്പറേഷൻ നടത്തും. 1ഉം 1ഉം ആൻഡ് ചെയ്താൽ 1 കിട്ടും. 0യും 1ഉം ആൻഡ് ചെയ്താൽ 0 കിട്ടും. 1ഉം 1ഉം ആൻഡ് ചെയ്താൽ 1 കിട്ടും. ഇവിടെ 0 കിട്ടും, 1 കിട്ടും, 0 കിട്ടും, 1 കിട്ടും, 0 കിട്ടും. സ്പേസ് ഇവിടെ 0 കിട്ടും. 1ഉം 1ഉം കൂടെ ആൻഡ് ചെയ്താൽ 1 കിട്ടും. 0യും 1ഉം കൂടെ ആൻഡ് ചെയ്താൽ 0 കിട്ടും. പിന്നെ എന്ത് കിട്ടും? 0 ഇട്ടേക്കുന്നതുകൊണ്ട് 0യുമായിട്ട് ആൻഡ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് കഴിഞ്ഞ് ബാക്കി ഹോസ്റ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാം 0 ആണ് ഇട്ടേക്കുന്നത്. 0 ഇടുമ്പോൾ മറ്റേ സ്ഥലത്ത് എന്ത് വാല്യൂ ആണെങ്കിലും നമുക്കിവിടെ 0 തന്നെ കിട്ടും. അപ്പോൾ എന്താണ് ഈ കിട്ടിയേക്കുന്ന വാല്യൂ? ഇതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഇത്രയും വാല്യൂ ആണ് നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1010 ഈ 167.197.170 അത് തന്നെയാണ് ഇത്രയും. ആദ്യത്തെ 3 സെയിം ആണ്. ഈ വാല്യൂവിൽ എന്താണ് പ്രത്യേകത? ഇതെന്ന് പറയുന്നത് 64 ആണ്. 64. അപ്പോൾ .64 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് മനസ്സിലായി. ഞാൻ എടുത്തേക്കുന്ന എക്സാമ്പിൾ ഇത് തന്നെയാണ്. ഈ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഒന്നുകൂടി എഴുതിയേക്കുന്നത്. ഇതിൽ നമുക്ക് എന്താണ് കിട്ടിയത്? ആദ്യത്തെ നെറ്റ്വർക്ക് അഡ്രസ്സ് കിട്ടിയില്ലേ? 64 എന്ന് പറയുന്നത്. അപ്പം ഒരു IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അത് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് ആൻഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ആൻ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഹാസ് റിക്വസ്റ്റ് ആൻ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഒരു 1000 അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. 1000 അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ 1000 ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 2ൻ്റെ പവറിലുള്ള വാല്യൂസേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 2 കൊടുക്കാം, 4 കൊടുക്കാം, 8, 16, 32, 64, 128, 256, 512, 1024. അപ്പം 1000 എന്ന് പറഞ്ഞാൽ 1000 കൃത്യം കൊടുക്കാൻ ഒക്കെയില്ല. അതിന് പകരം നമുക്ക് 1024 കൊടുക്കാൻ പറ്റും. അപ്പോൾ 1024 അഡ്രസ്സ് നമ്മൾ കൊടുക്കും. 1024 എന്ന് പറയുന്നത് നമുക്കറിയാം 2⁻10 ആണ് 1024. അപ്പം അവസാനത്തെ 10 ബിറ്റ് ഹോസ്റ്റ് അഡ്രസ്സായിട്ട് വെക്കും. 32 പോയിട്ട് 22 ബിറ്റ് എന്തായിട്ട് വെക്കും? നെറ്റ്വർക്ക് അഡ്രസ്സായിട്ട് വെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്നത് xyz.p/22 എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ആ 22 ബിറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും. ബാക്കിയുള്ള 10 ബിറ്റിൽ അവർക്ക് ഈ പറഞ്ഞ 1000 കമ്പ്യൂട്ടറുകളോ 1024 വരെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് വളരെ സ്പെഷ്യൽ അഡ്രസ്സുകളാണ്. ഇത് അടുത്തൊരു ക്ലാസ്സിൽ കവർ ചെയ്യാം. താങ്ക് യു.